ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഭാരത ജനത നടത്തിയ പോരാട്ടത്തിൽ ഒപ്പം നിന്ന് പോരാടിയ വിദേശികളും ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇതിൽ ഏറെ സംഭാവന നൽകിയ ഒരാളാണ് പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ വിശുദ്ധനായ മാർ അബിമലേക് തിമോത്തിയോസ് മെത്രാപ്പോലിത്ത. മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഹൃദയത്തിൽ ഇടം പിടിച്ച മെത്രാപ്പോലിത്ത ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടുമായിരുന്നു. തുർക്കിയിലെ മാർബിഷുവിൽ 1878 ഓഗസ്റ്റ് 28 അബിമലേക് മാർ തിമോത്തിയോസ് ജനിച്ചത്. തുർക്കിയിൽ നിന്നും ഇറാഖിലേക്കും മറ്റും ഓടിപ്പോകേണ്ടി വന്ന അസീറിയൻ സഭാമക്കളുടെ വേദന കണ്ടറിഞ്ഞ് വളർന്നതിനാലാകണം അബിമലേക് മെത്രാപ്പോലിത്താക്ക് എല്ലാ ദേശത്തെയും സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളോട് ഹൃദയം കൊണ്ട് അഭിവാദനം ചെയ്യാൻ ഒരു മടിയും തോന്നാതിരുന്നത്. മാർ അബിമലേക് തിരുമേനിയുടെ മെത്രാഭിഷേകത്തിനു ശേഷം അസീറിയൻ സഭ ആസ്ഥാനം പോലും ഇറാഖിലെ ഇന്നത്തെ കുർദ് പ്രവിശ്യയിലേക്ക് മാറ്റേണ്ടി വന്നു. 1904 ഇദ്ദേഹത്തെ സഭ ആർച്ച് ഡീക്കനായി ഉയർത്തി. പിന്നീട് ഇന്ത്യയിലെ സഭയുടെ മെത്രാപ്പോലിത്തയ്ക്കുള്ള അപേക്ഷ പരിഗണിച്ച് അന്നത്തെ കൽദായ് സുറിയാനി സഭയുടെ പാത്രിയാർക്കീസ് ആയിരുന്ന മാർ ബെന്യാമിൻ ഷിമോൻ പാത്രിയാർക്കീസ് മാർ തിമോത്തിയോസ് അബിമലേക്കിനെ ഇന്ത്യ മുഴുവന്റെയും മെത്രാപ്പോലിത്തയാക്കി വാഴിച്ചു. തൃശൂരിലെത്തിയ മാർ അബിമലേക് തിരുമേനി വളരെ വേഗം മലയാളം പഠിച്ച് പ്രദേശവാസികളുടെ ഹൃദയങ്ങളെ തൊട്ടറിഞ്ഞു. തൃശ്ശൂർ ലഹളയുണ്ടായി. ഈ മുസ്ലിം മാപ്പിളയിലെല്ലാം പറ്റുന്നുണ്ട് 1920. അപ്പോൾ CF ആൻഡ്രൂസ് അത് തീർക്കാനൊക്കെ ആയിട്ട് വന്നപ്പോൾ ഒരു ബിഷപ്പ് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അദ്ദേഹം വിദേശിയാണല്ലോ, അങ്ങനെ അദ്ദേഹത്തിനെ പോയി കണ്ട് പരിചയപ്പെട്ടു, വളരെ ബഹുമാനായി. അതിനുശേഷം അദ്ദേഹം പോയിട്ട് ഗാന്ധിയോട് പറഞ്ഞു, ഇങ്ങനൊരു ബിഷപ്പുണ്ട്, രാഷ്ട്രീയത്തോട് വളരെ ബഹുമാനമുണ്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞു. എന്നിട്ട് സ്വരാജ് എന്നുള്ള പത്രത്തിലെ ഗാന്ധി 1923 മറ്റോ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പുരി കൊള്ളുന്ന കാലത്താണ് തിരുമേനിയുടെ ഇന്ത്യയിലെ പ്രവർത്തന കാലവും. സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഭാരത ജനതയുടെ ഹൃദയത്തുടിപ്പുകളെ തിരുമേനി ഹൃദയത്തിലേറ്റുവാങ്ങി. ഇന്ത്യൻ ദേശീയതയോടെയുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മാർ അബിമലേക് തിമോത്തിയോസ് മെത്രാപ്പോലിത്ത തന്റെ സ്ഥാനിക വസ്ത്രങ്ങൾ ഖദർ തുണി ഉപയോഗിച്ചാണ് തയ്യിച്ചത്. അന്ന് ഖദർ വസ്ത്രധാരണം ദേശീയ പ്രസ്ഥാനത്തോട് അനുരൂപപ്പെടുന്നതിന്റെ ഉത്തമ ഉദാഹരണവും ഭാരത സ്വാതന്ത്ര്യത്തിന്റെ പരസ്യപ്രഖ്യാപനവുമായിരുന്നു. ഒരു വിദേശി മറ്റൊരു വിദേശ സാമ്രാജ്യത്വത്തിനെതിരെ പടപൊരുതിയ ചരിത്രം കൂടിയാണ് മാർ അബിമലേക്കിന്റെ ചരിത്രം. തിരുമേനിയുടെ ഈ ഖദർ വസ്ത്രധാരണം ഗാന്ധിജി അടക്കമുള്ള ദേശീയ നേതാക്കളുടെ പ്രശംസ പിടിച്ചുപറ്റി. അപ്പോൾ ഖദർ ലോകം ധരിച്ചിട്ടാണ് പോയിരുന്നത്. അപ്പോൾ അതും ഗാന്ധിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയി. അതിപ്പോൾ അതൊക്കെ ഒരു സംഭാഷണമൊക്കെ ആയിട്ട് അന്ന് പത്രത്തിലൊക്കെ വന്നു 34 പലരിൽ നിന്ന് മാർ അബിമലേക് തിമോത്തിയോസ് മെത്രാപ്പോലിത്ത ഭാരത ദേശീയതയ്ക്ക് നൽകുന്ന സംഭാവനകളെ കുറിച്ചറിഞ്ഞ മഹാത്മാഗാന്ധിജി 1927 തൃശൂരിലെത്തിയപ്പോൾ തിരുമേനിയെ കാണാൻ ആഗ്രഹിച്ചു. എന്നാൽ അക്കാലത്ത് ഇറാഖിലെ അസീറിയൻ ക്രൈസ്തവരെ സന്ദർശിക്കുവാനായി മാർ അബിമലേക് ഇറാഖിലായിരുന്നു. പിന്നീട് ഗാന്ധിജിയുടെ കൂടി നിർദ്ദേശപ്രകാരം 1931 ജവഹർലാൽ നെഹ്റു ഭാര്യ കമലവും മകൾ ഇന്ദിരാഗാന്ധിക്കുമൊപ്പം തൃശൂരിലെ മെത്രാപ്പോലിത്തൻ അരമനയിലെത്തി മാർ അബിമലേക് തിമോത്തിയോസ് തിരുമേനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അങ്ങനെയുള്ളതുകൊണ്ട് ഗാന്ധിക്ക് ഇവിടെ വരുമ്പോൾ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. 1927 ഇവിടെ എത്തിയ സമയത്ത് ബിഷപ്പിനെ ഇറാഖിൽ കൊണ്ടുവന്നു. അപ്പോൾ കാണാൻ പറ്റിയില്ല. അപ്പോൾ 31 പിന്നെ നെഹ്റുവിന് വരുന്നത്. പിന്നെ അപ്പോൾ പറഞ്ഞു, നീ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ബിഷപ്പുണ്ട്, അദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തിയ വഴിക്ക് തന്നെ വേറെ പരിപാടിക്ക് പോയിട്ട് പറഞ്ഞ ഒരാളിൽ നിൽക്കുന്നുണ്ട്, എങ്കിലും അവിടെ പോവാണ്ട് നേരിട്ട് ഇവിടെ വന്നിരുന്നു. 1934 ജനുവരിയിലായിരുന്നു കാലം സ്വർണ്ണ ലിപികളിൽ കോരിയിട്ട ആ കൂടിക്കാഴ്ച നടന്നത്. തൃശൂർ പാലസ് ഗ്രൗണ്ടിന് പിറകിലുള്ള വീട്ടിൽ വച്ചായിരുന്നു അബിമലേക് തിരുമേനി ഗാന്ധിജിയെ കണ്ടത്. ഖദർ ലോഹയടക്കമുള്ള സ്ഥാനിക വസ്ത്രങ്ങൾ ധരിച്ച് തന്നെ കാണാനെത്തിയ പുരോഹിത ശ്രേഷ്ഠനെ ഗാന്ധിജി കൂപ്പുകരങ്ങളോടെ സ്വീകരിച്ചു. 34 ഗാന്ധി മന്ദിർ എന്നുകൊണ്ട് റീജിയൽ തിയേറ്ററിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്. അവിടെയാണ് അന്ന് ഗാന്ധി താമസിച്ചത്. ഗാന്ധിനെ പോയി കണ്ടു. കാണാൻ ചെന്നപ്പോൾ ഒരു കസേര മാത്രം ഇട്ടിട്ടുണ്ട്, ഇരിക്കാൻ പറഞ്ഞു, മിസ്റ്റർ ഗാന്ധി 2 കസേര ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാം കസേരമേ, താങ്കൾ നിലത്തിരിക്കുമ്പോൾ ഞാൻ കസേര ഇരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിലത്തിരുന്നു. ഈ കൂടിക്കാഴ്ചകൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിനുണ്ടാക്കിയ അസഹിഷ്ണുത ചെറുതായിരുന്നില്ല.
ഖദർ വസ്ത്രം ധരിച്ച് സ്വാതന്ത്ര്യ സമരത്തിന് പരസ്യ പിന്തുണ നൽകിയ പുരോഹിത ശ്രേഷ്ഠനെ കണ്ണിലെ കരടായി കണ്ട ബ്രിട്ടീഷ് ഭരണകൂടം ശക്തമായി പ്രതികരിച്ചു. ദിവാനടക്കമുള്ളവർ പൊട്ടിത്തെറിച്ചു. ശക്തമായ താക്കീതായിരുന്നു ഭരണകൂടം മാർ അബിമലേക്കിന് നൽകിയത്. ഇംഗ്ലീഷുകാർ ചോദ്യം ചെയ്തു. ബ്രിട്ടീഷ് രാജിൻ്റെ ശത്രുവായ ആളുകളോട്, ഗാന്ധി നെഹ്റു ആളുകളോടൊക്കെ താൻ എന്തിനെ ചങ്ങാത്തം പുലർത്തണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സ്വാതന്ത്ര്യം എനിക്ക് ഇഷ്ടമുള്ളതാണ്, ഞാൻ തുർക്കിയിൽ ജനിച്ചതാണ്. പിന്നെ ഒന്നാം യുദ്ധം പിന്നീട് വന്നപ്പോഴൊക്കെ ഞങ്ങൾ തുർക്കിയിലെ അടിമകളെ പോലെയൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട അഭയാർത്ഥികളായിട്ട് ഇറാഖിൽ വന്നവരാ. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ വില എനിക്കറിയാം. അതുകൊണ്ട് ഈ നാട്ടിലെ ആളുകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ളതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഭാരത സ്വാതന്ത്ര്യ ദിനത്തിന്റെ പൊൻകതിർ കാണാൻ ഏറെ ആഗ്രഹിച്ചു പാർത്തിരുന്ന മാർ അബിമലെക് തിമോത്തിയോസ് മെത്രാപ്പോലിത്താക്ക് ആ കാഴ്ച നഷ്ടമായി. 1945 ഏപ്രിൽ 30 ആ മഹാത്മാവ് നമ്മെ വിട്ടുപിരിഞ്ഞു. തൃശൂർ നഗരമധ്യത്തിലെ കുര്യച്ചന്റെ പള്ളിയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്നു. ആഗോള കൽദായ സുറിയാനി സഭ മാർ അബിമലെക് തിമോത്തിയോസ് മെത്രാപ്പോലിത്തയെ വിശുദ്ധനാക്കി ഉയർത്തി. ഭാരത സ്വാതന്ത്ര്യത്തിനായുള്ള സമരപോരാട്ടങ്ങളുടെ നാളുകളിൽ അനേകരെ ഉത്തേജിപ്പിച്ച ആ മഹാത്മാവിന്റെ ഓർമ്മയ്ക്കായി തൃശൂർ നഗരസഭ 2009 തൃശൂർ ഹൈറോഡിന് മാർ തിമോത്തിയോസ് ഹൈറോഡ് എന്ന പേര് നൽകി ആദരിച്ചു. ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ദിശാബോധം പകർന്ന് കാലയവനികയ്ക്ക് പിന്നിൽ മറഞ്ഞ ഒരു നീണ്ട നിരയുണ്ട് ക്രൈസ്തവ വിശ്വാസികളുടേതായി. എന്നാൽ കാലവും ചരിത്രവും ഈ ധീരദേശാഭിമാനികളുടെ ഓർമ്മകളെ ബോധപൂർവം ഇരുട്ടിൽ നിർത്തുകയാണ്. ദേശവും ദേശീയതയും പുതിയ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുമ്പോൾ ചരിത്രം കാത്തുവെച്ച മറുപടിയുമായി ഈ പ്രകാശ ഗോപുരങ്ങൾ നമുക്ക് വഴികാട്ടിയാകട്ടെ. ജയ് ഹിന്ദ്.